my dear 7th standard students, welcome to You and Me Learning. Here we are going to study glimpses of the Emirates. Let's start. Glimpses of the Emirates. Emirates means UAE. അപ്പോൾ UAEയിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചാണ്. ഇറ്റ്സ് എ ട്രാവലോഗാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. UAEയിലേക്കുള്ള ഒരു എത്തിനോട്ടം, ഗ്ലിംസസ്, ഒരു എത്തിനോട്ടമാണ് ഇവിടെ. UAEയിൽ എന്തൊക്കെ കണ്ടു ഇദ്ദേഹം, അതാണ് വളരെ ഷോർട്ടായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. What would await an accidental tourist in UAE? I wondered as I came out of the airport into the open air. Yes, I was an accidental tourist. I had been to Oman to stay with my niece. I had just squeezed in 2 days on my way back home. But 2 days were enough to give me an eyeful and plenty of food for thought. The dense clouds hovering above the wings of the aircraft had already given me an eyeful, and the desert, which seemed to stretch endlessly, was a spectacle too. ഞാനൊരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് UAEയിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് ശരിക്കും അത്ഭുതപ്പെടുകയാണ് ഞാൻ അവിടെ എയർപോർട്ടിൽ നിന്നും അവിടേക്ക് ഓപ്പൺ എയറിലേക്ക് ഇറങ്ങുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ UAE കാത്തുവച്ചിരിക്കുന്നത് ഒരുപാട് അത്ഭുതങ്ങളാണ് എന്നാണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. യെസ്, ശരിക്കും ഞാൻ ഒരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവിടെ പോയത്. ഐ ഹാഡ് ബീൻ ടു ഒമാൻ. ഞാൻ ഒമാനിലേക്ക് പോവാണ് ടു സ്റ്റേ വിത്ത് മൈ നീസ്. എൻ്റെ നീസിൻ്റെ കൂടെ, മരുമകൻ അല്ലെങ്കിൽ മരുമകൾ, അതായത് ഇപ്പോൾ സഹോദരൻ്റെ മകൾ അല്ലെങ്കിൽ സഹോദരിയുടെ മകൾ അല്ലെങ്കിൽ ബ്രദർ ഇൻ ലോ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോ, അവരുടെ മക്കൾ, അവരെയാണ് നീസ് എന്ന് പറയുക. അപ്പോൾ അവരെല്ലാരോ ആ നീസിൻ്റെ അടുത്തേക്ക് ഞാൻ പോവാണ്. ഞാൻ ജസ്റ്റ് സ്ക്വീസ്ഡ് ഇൻ 2 days വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് ഒരു 2 ദിവസം മാത്രമാണ് അവിടേക്ക് നിൽക്കുന്നുള്ളൂ. 2 ദിവസം കിട്ടിയതാണ്. അപ്പോൾ ആ 2 ദിവസം മാത്രം മതിയായിരുന്നു കണ്ണിറയെ, മനം നിറയെ ചിന്തിക്കാനുള്ളതും കണ്ണിറയെ കാണാനുള്ളതുമായ കാഴ്ചകൾ കൊണ്ട് അവിടെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ ഡെൻസ് ക്ലൗഡ്സ്, മേഘങ്ങൾ, ഡെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ തിക്ക് ഫോറസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഡെൻസ് ക്ലൗഡ്സ് എന്ന് ഒരുപാട് മേഘങ്ങൾ ഹോവറിങ് ഇങ്ങനെ തൂങ്ങിക്കിടന്നിരുന്നു, ഹാങ് ചെയ്തിരുന്നു എന്ന് പറയണേ, എബവ് ദ വിങ്സ് ഓഫ് ദി എയർക്രാഫ്റ്റ്. അപ്പോൾ ആ എയർക്രാഫ്റ്റിലൂടെ വിൻഡോ സീറ്റിലിരുന്ന് വിൻഡോയിലൂടെ നോക്കുമ്പോൾ അതിൻ്റെ ചിറകുകളിൽ മേഘങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പോലെ കാണാമായിരുന്നു എന്നാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും കണ്ണിറയെ കണ്ടിട്ട് വരുന്നതാണ് ഞാൻ. ആൻഡ് ദ ഡെസേർട്ട് വിച്ച് സീം ടു, അപ്പോൾ പിന്നെ കാണുന്നത് ഈ മണലാരണ്യമാണ്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമി അങ്ങ് നീണ്ടു നിവർന്ന് എന്താണ് കൺകാഴ്ചയിൽ ഉൾക്കൊള്ളാത്ത വിധം നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ് എന്നാണ് ഈ പാരഗ്രാഫിൽ അദ്ദേഹം വിവരിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. The long drive in my friend Ashokan's car from Ras Al Khaimah to Abu Dhabi was a memorable experience. അപ്പോൾ ഞാൻ അശോകൻ്റെ കാറിൽ, എൻ്റെ സുഹൃത്ത് അശോകൻ്റെ കാറിൽ റാസ് അൽ ഖൈമയിൽ നിന്നും അബുദാബിയിലേക്കുള്ള യാത്രയാണ്. മറക്കാൻ പറ്റാത്തൊരു യാത്രയാണത്. വി നെവർ ഗോട്ട് ടയേർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. എന്താണ് ബീച്ചിലൊക്കെ നിർത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ യാത്രയിൽ ഒട്ടും നമ്മൾ ടയേർഡാവുന്നില്ല. അതുപോലെ തന്നെ കടൽക്കരയിൽ ചെന്ന് ആ കടലിൻ്റെ ആ മനോഹാരിത ആസ്വദിക്കുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും വെഞ്ചറിങ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ദ സീ ഹാഡ് ദ സെയിം സെറീൻ അപ്പിയറൻസ് എവിടെ നോക്കിയാലും കടലിന് ഒരേ ശാന്തമായിട്ടുള്ള ഒരു അപ്പിയറൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ശാന്തമായിരുന്നു കടലെല്ലായിടത്തും. വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വൈറ്റ് ബീച്ചസ്. ക്വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻറ്റ്. ഈ സൈലൻ്റ് ആയിട്ടുള്ള ഈ കടൽക്കരകളിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർഗീയ അനുഭൂതി തന്നെ ഓരോ ടൂറിസ്റ്റിനും ലഭിച്ചു, ഓരോ കാഴ്ചക്കാരനും ലഭിച്ചു. അത്രയും ശാന്തമായിട്ടുള്ള കടലായിരുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദി ഓതർ സേ ദാറ്റ് ഹി ഹാഡ് സ്ക്വീസ്ഡ് ഇൻ 2 days?
സ്ക്വീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്ലോസറിയിൽ തന്നിരിക്കുന്നുണ്ട് കൂട്ടുകാരെ. ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ് കഴിയുമ്പോൾ ഗ്ലോസറി തന്നിട്ടുണ്ട്. ആ ഗ്ലോസറിയിൽ നിന്ന് നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ വേർഡ് ഗാലറി ഫില്ല് ചെയ്യാനുള്ള വേർഡ്സിൻ്റെ മീനിങ്സ് ലഭിക്കും. സ്ക്വീസ്ഡ് എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിൻഡ് വിത്ത് ഡിഫിക്കൽട്ടി എന്നാണ്, വളരെ കഷ്ടപ്പെട്ട് കിട്ടിയത് എന്നാണ്. 2 days, വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ 2 ദിവസം എന്ന് പറയാൻ കാരണം എന്താണ് എന്നാണ് ചോദ്യം. Look at the answer. The author has a limited time of 2 days to visit UAE. UAE വിസിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് 2 ദിവസമേ ഉള്ളൂ. He is on his way back home. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. So he says that he had squeezed in 2 days. അതുകൊണ്ടാണ് ആ വേർഡ് യൂസ് ചെയ്തത് he had squeezed in 2 days എന്നുള്ളത്. Let's solve next question also. Why does the author say one feels a kind of heavenly bliss at these quiet beaches? ഈ ശാന്തമായ ബീച്ചുകളിൽ ദൈവീകമായ അല്ലെങ്കിൽ സ്വർഗീയമായ ഒരു അനുഗ്രഹം കിട്ടുന്ന പോലെ അനുഭവവേദ്യമാകുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? The beaches are so calm and quiet. Such a serene appearance of the sea gives a heavenly bliss to the visitors. അപ്പോൾ ശരിക്കും ഈ കടലോരങ്ങൾ വളരെ ശാന്തം ആയിരുന്നു. അങ്ങനെയുള്ള ശാന്തമായ ആ അപ്പിയറൻസ് ശരിക്കും പറഞ്ഞാൽ സ്വർഗീയ അനുഭൂതി തന്നെയാണ് വിസിറ്റേഴ്സിൽ ഉളവാക്കിയത്. See the next paragraph. Let's continue the class. At Sweihan in Abu Dhabi, I caught sight of something unexpected. അബുദാബിയിലെ സ്വൈഹാനിൽ വെച്ചിട്ട് ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച ലഭിച്ചു. ഇറ്റ് വാസ് ദി എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. ആ സ്വൈഹാൻ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂർ അബുദാബിയിലേക്കുള്ള ഒരു വാതിലായിരുന്നു. നൂർ അബുദാബിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അവിടെ. നൂർ അബുദാബി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ സോളാർ പവർ പ്ലാന്റ്. അപ്പോൾ ഒരു സോളാർ പവർ പ്ലാന്റ് ആയിരുന്നു നൂർ അബുദാബി. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്, പ്രൊഡ്യൂസിങ് അ സ്റ്റുപ്പൻഡസ് 1.2 GW ഓഫ് പവർ. അപ്പോൾ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് ആണ് ഏത്? നൂർ അബുദാബി. ഈ പാഠത്തിന് ശേഷം ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ടിവിറ്റീസിൽ നൂർ അബുദാബിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൂർ അബുദാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്നും എന്തുൽപ്പാദിപ്പിക്കുന്നു? സോളാർ സെൽസ് വെച്ചിട്ട് സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് ആണ്. ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് അവിടെ പ്രവേശനമില്ല. I had to satisfy myself with the magnificent photographs of the power plant on the net. അപ്പോൾ ഇൻ്റർനെറ്റിൽ നോക്കി ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് കണ്ട് തൃപ്തി അടയാനേ എനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. The plant has an amazing 3.2 million solar panels. എത്രത്തോളം സോളാർ പാനൽസ് അവിടെയുണ്ട്? 3.2 ദശലക്ഷം സോളാർ പാനൽസ് അതിലുണ്ട്. അവിടെ നിന്നാണ് ഇത്രയും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. I wish tourists were given an aerial view of the plant. അപ്പോൾ ആകാശ കാഴ്ചയെങ്കിലും ടൂറിസ്റ്റുകൾക്ക് അലൗഡ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാണ് അവിടെ പറയുന്നത്. Next, I was able to view the imposing Burj Khalifa, the tallest building in the world. UAEയിൽ അടുത്ത അത്ഭുതം ബൂർജ് ഖലീഫ. അതിനെക്കുറിച്ച് അറിയാത്ത ആരും തന്നെയില്ല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബൂർജ് ഖലീഫയും കാണാനായിട്ട് സാധിച്ചു എനിക്ക്. ക്ലൈംബിങ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇതിൻ്റെ അങ്ങ് മുകളിലെത്തിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏറ്റവും മുകളിലെത്തിയ പ്രതീതിയാണ് നമുക്കുണ്ടാവുക അല്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണല്ലോ. ഓഫ് കോഴ്സ് ഐ കുഡ് നോട്ട് ഡു ഇറ്റ്. അപ്പോൾ എന്തായാലും ഈ 2 ദിവസം കൈപിടിച്ചിട്ട് പോയത് അതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഉയരത്തിൽ ഏറ്റവും മുകളിൽ കയറാൻ സാധിച്ചില്ല. A boat ride at Bur Dubai late in the evening was a fascinating experience. അടുത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർ ദുബായിലെ ബോട്ട് റൈഡായിരുന്നു. അത് ഈവനിങ്ങിൽ സന്ധ്യാനേരത്ത് ഒരു ബോട്ട് റൈഡിങ് തരമായി. ദ ഡാസ്ലിംഗ് ലൈറ്റ്സ് ആൻഡ് ദയർ റിഫ്ലക്ഷൻസ് ഓൺ ദ ക്രീക്ക് ഗീവ് യു എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തെത്തിയ പ്രതീതിയായിരുന്നു ആ യാത്ര സന്ധ്യാനേരത്തായതുകൊണ്ട് തന്നെ പ്രകാശം ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളുടെ പ്രകാശം വെള്ളത്തിൽ തട്ടി
റിഫ്ലക്റ്റ് ചെയ്യുന്നു, മറ്റൊരു ലോകത്തെത്തിപ്പെട്ട പോലെ ഫീൽ ചെയ്തു ഓദറിന്. ഇറ്റ് വാസ് ഓൺലി മാച്ച്ഡ് ബൈ എ റൈഡ് ഓൺ ദ മെട്രോ ഫ്രം അൽ നഹദ ടു സ്റ്റേഡിയം. അൽ നഹദയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്കുള്ള ഒരു മെട്രോ റൈഡ്, മെട്രോയിൽ പോയ അനുഭവവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും. വാച്ചിങ് ദ ലാൻഡ്സ്കേപ്പ് ഫ്രം എ ട്രെയിൻ ഈസ് ഓൾവേസ് എൻ്റർടൈനിങ്. ട്രെയിൻ യാത്രയിൽ ഒരുപാട് പ്രദേശങ്ങൾ, മനോഹരമായ സ്ഥലങ്ങൾ കാണുന്നത് നല്ല രസകരമായൊരു അനുഭവമാണ്. ബട്ട് ഹിയർ വാസ് എ ലാൻഡ്സ്കേപ്പ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എവർ സീൻ. പക്ഷേ ഈ ബോട്ട് റൈഡ് വഴി ഞാൻ കണ്ട ലാൻഡ്സ്കേപ്പുകൾ, സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതുവരെ കാണാത്ത പ്രദേശങ്ങൾ, ഇതുവരെ കാണാത്ത അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ആയിരുന്നു. See the last paragraph. But nothing matched the Louvre Abu Dhabi Museum, a marvel by any standards. അടുത്തത് അദ്ദേഹം കണ്ടത് എന്താണ്? ലൂവർ അബുദാബി മ്യൂസിയമാണ്. അത് പറയാൻ വാക്കുകളില്ല, ഒന്നുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും മാച്ച്ലെസ് ആണ്, അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിയമാണിത്. ഒന്നിന് കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല. ഇറ്റ് ഹൗസസ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമെയിൻസ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ് ആൻഡ് അതർ ആർട്ടിഫാക്ട്സ്. അപ്പോൾ ഇതിൽ നിറയെ എന്താണ്, ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ശേഷിപ്പുകളും പെയിൻറ്റിങ്സും അതുപോലെ സ്കൾപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ശില്പങ്ങളും മറ്റ് കരകൗശല വസ്തുക്കളുമൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഇറ്റ് ക്യാരീസ് ദ നെയിം ഓഫ് ദ ഫേമസ് ലൂവർ മ്യൂസിയം ഇൻ ഫ്രാൻസ് ഓൺ ആൻ എഗ്രിമെൻറ്റ്. ഫ്രാൻസിലാണ് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മ്യൂസിയം ഉള്ളത്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മ്യൂസിയം ഉള്ളത് ലൂവർ മ്യൂസിയം. ആ ലൂവർ മ്യൂസിയത്തിൻ്റെ പേര് തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. അതിന് കാരണം ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഹാസ് ഓൾസോ റെൻറ്റഡ് മോർ ദാൻ 300 പീസസ് ഫ്രം ദ ലൂവർ ഫോർ ഡിസ്പ്ലേ. അപ്പോൾ ലൂവർ മ്യൂസിയത്തിൽ നിന്ന് ഒരു 300 ഇതുപോലത്തെ ശേഷിപ്പുകൾ ഇവിടേക്ക് റെൻറ്റിനെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എന്താണ്, ഒരു ലൂവർ മ്യൂസിയത്തിൻ്റെ ഒരു ബ്രാഞ്ച് പോലെ ആയി അല്ലേ. I thought it terribly unlucky of me to have spent only half a day in the museum. ശരിക്കും എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ്. എനിക്ക് ഒരു ദിവസത്തിൻ്റെ പകുതി മാത്രമേ മ്യൂസിയത്തിൽ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുള്ളത് വലിയ വിഷമമാണ്. കാരണം ഐ വുഡ് ഹാവ് ലവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക്, ഒരാഴ്ചയോളം അവിടെ നിൽക്കാനായിട്ട് എനിക്ക് തോന്നി, ആഗ്രഹിച്ചു. കാരണം അത്രയും കാണാനും പഠിക്കാനും ആ മ്യൂസിയത്തിലുണ്ടായിരുന്നു. ലാസ്റ്റ് പാരഗ്രാഫ് ഇനി പറയുന്നതാണ്, ഓൺ ബോർഡിങ് ദ ഫ്ലൈറ്റ് ടു കാലിക്കറ്റ് ഐ വിഷ്ഡ് ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ കോഴിക്കോട്ടേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ ഞാൻ ചിന്തിച്ചെന്താണ്, ഇത് കുറച്ചും കൂടെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. അറ്റ്ലീസ്റ്റ് 2 വീക്സ്, അറ്റ്ലീസ്റ്റ് 2 ആഴ്ചയെങ്കിലും വേണം അവിടുത്തെ കാഴ്ചകൾ കൺനിറയെ കൺകുളിർക്കെ കാണാൻ. അനദർ ടൈം, ഇനി വേറൊരു സമയത്ത് 2 ആഴ്ച കൈ പിടിച്ച് വരണം എന്ന് ആഗ്രഹിച്ചു. ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗെയിൻ, വീണ്ടും നല്ലൊരു ചാൻസ് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു. യു നെവർ നോ, അറിയില്ല കിട്ടുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഓഥർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. See the textual question, dears. Why did the author have to satisfy himself with the photographs on the net? എന്തുകൊണ്ടാണ് ഓഥറിന് ഇൻ്റർനെറ്റിലെ ഫോട്ടോഗ്രാഫ്സ് നോക്കി സംതൃപ്തനാകേണ്ടി വന്നത്? The tourists are not allowed inside the Noor Abu Dhabi solar power plant. നൂർ അബുദാബി പവർ പ്ലാന്റിലേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. സോ ഹി ഹാസ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് വിത്ത് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ പ്ലാന്റ് ഓൺ ദ നെറ്റ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ കണ്ട് സാറ്റിസ്ഫൈഡ് ആവേണ്ട വന്നു. അദ്ദേഹത്തിന് ഉള്ളിലേക്ക് പ്രവേശനം ലഭിച്ചില്ലല്ലോ. See the next question. What does the author mean by a feeling of being out of the world? അപ്പോൾ ഓഥർ പറയുന്നുണ്ട്, ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്ത് എത്തിയ പോലെ തോന്നുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഓഥർ അർത്ഥമാക്കുന്നത് എന്താണ്? അത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് ആ ബോട്ട് റൈഡ് വഴിയാണ് അല്ലേ. The boat ride at Bar Dubai was a fascinating experience to the author. ഓഥറിന് മറക്കാൻ പറ്റാത്ത വളരെ മനോഹരമായിട്ടുള്ള അനുഭവമാണ് ബോട്ട് റൈഡ് കാഴ്ചവെച്ചത്. ദുബായിലെ ബോട്ട് റൈഡ്. The dazzling lights and their reflections on the water was a matchless experience to him.
മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകൾ, അവയുടെ പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷൻ, വെള്ളത്തിലുള്ള റിഫ്ലക്ഷൻ, അതൊക്കെ ഒന്നും പകരം വയ്ക്കാൻ പറ്റാത്തൊരനുഭവം തന്നെയായിരുന്നു അദ്ദേഹത്തിന്. ദ വ്യൂ ഓഫ് ദ ലാൻഡ്സ്കേപ്പ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എവറിത്തിങ് ഹി ഹാഡ് എവർ സീൻ. ഇദ്ദേഹം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ വെച്ചും അതിനേക്കാൾ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്തിനെക്കുറിച്ച്? പ്രദേശങ്ങൾ, ലാൻഡ്സ്കേപ്പ് അല്ലേ, ഓരോ സ്ഥലങ്ങളുടെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ബീയിങ് ഔട്ട് ഓഫ് ദ വേൾഡ് ടു. ശരിക്കും ഈ ലോകത്തു നിന്ന് മറ്റൊരു ലോകത്തെത്തിയ പ്രതീതി തന്നെയായിരുന്നു അദ്ദേഹത്തിന് ആ ബോട്ട് റൈഡ് സമ്മാനിച്ചത്. അപ്പോൾ വാട്ട്സ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? വൈ ഡിഡ് ദി ഓഥർ തിങ്ക് ഹി വാസ് അൺലക്കി ഇൻ ഹിസ് വിസിറ്റ് ടു ദ ലൂവർ മ്യൂസിയം? ലൂവർ മ്യൂസിയത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അൺലക്കിയാണെന്ന് പറയുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഓഥർ അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഹി കുഡ് സ്പെൻഡ് ഓൺലി ഹാഫ് എ ഡേ ഇൻ ദ ലൂവർ മ്യൂസിയം. ലൂവർ മ്യൂസിയത്തിൽ അദ്ദേഹത്തിന് ആകെ ഒരു അര ദിവസം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ബട്ട് അറ്റ്ലീസ്റ്റ് എ വീക്ക് ഇസ് നീഡഡ് ടു എക്സ്പീരിയൻസ് ദ സൈറ്റ്സ് ഇൻസൈഡ് ദ മ്യൂസിയം. മ്യൂസിയത്തിലെ കാഴ്ചകൾ കാണാൻ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും വേണമായിരുന്നു. അതുകൊണ്ട് ഹീ തിങ്സ് ദാറ്റ് ഹീ വാസ് അൺലക്കി. അദ്ദേഹത്തിന് ആകെ 2 ദിവസം കയ്യിലുള്ളൂ. ആ 2 ദിവസം കൊണ്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ട് മതിയാക്കി തിരിച്ചു വരേണ്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ 2 ദിവസത്തിലൊരു ഹാഫ് ഡേ മാത്രമേ അദ്ദേഹത്തിന് മ്യൂസിയത്തിൽ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അൺലക്കി എന്ന് പറയുന്നത്. അത്രമാത്രം അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ആ ലൂവർ മ്യൂസിയം. ഇവിടെ നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ് കൂട്ടുകാരെ. അതിന് ശേഷം ആക്ടിവിറ്റീസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോന് ശേഷം ആണ് ഗ്ലോസറി ടെക്സ്റ്റിൽ ഗ്ലോസറി തന്നിരിക്കുന്ന ആക്ടിവിറ്റീസിന് ശേഷമാണെങ്കിൽ ഇവിടെ ഗ്ലോസറി എടുത്ത് ഫോട്ടോസ് നോക്കുക. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട വേർഡ് ഗാലറി ഫില്ല് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ഈ ഗ്ലോസറിയിൽ നിന്നും ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.